ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ 3 ഫേസ് ഡി ബി നമ്മുടെ വീടുകളിൽ വെക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, എത്ര വാട്ട്സ് വരുമ്പോഴാണ് നമ്മൾ 3 ഫേസ് വെക്കുന്നത്, എങ്ങനെയാണ് 3 ഫേസ് ഡി ബി വെച്ചിട്ട് എങ്ങനെയാണ് വയർ വലിക്കേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ 3 ഫേസ് ഡി ബി ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് വന്നിരിക്കുന്ന പൈപ്പുകളും സർക്യൂട്ടുകളുമാണ് ഈ കൊടുത്തിരിക്കുന്നത്. അതെല്ലാം തന്നെ സെപ്പറേറ്റ് പൈപ്പുകളാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ ഓരോ റൂമിലേക്ക്, കിച്ചണിലേക്ക്, അതുപോലെ തന്നെ ഈ വാട്ടർ ഹീറ്റർ, ഇതെല്ലാം സെപ്പറേറ്റ് സർക്യൂട്ടുകളാണ് നമ്മൾ കൊണ്ടുപോകേണ്ടത്. അപ്പോൾ വയറിങ് ചെയ്യുന്ന സമയത്ത്, വെട്ടിപ്പൊളിക്കുന്ന സമയത്ത് അതിനുള്ള രീതിയിലായിരിക്കണം നമുക്ക് പൈപ്പ് കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് പോകേണ്ടത്. അതായത് ഒരു 3 ഫേസ് ഡി ബി എന്ന് പറയുമ്പോൾ ആവറേജ് ഒരു 13 പൈപ്പ് അല്ലെങ്കിൽ 14 പൈപ്പ് ഏറ്റവും കുറഞ്ഞത് നമ്മുടെ 3 ഫേസ് ഡി ബിയിലുണ്ടാവും. വേറെ ഒന്നും കൊണ്ടല്ല, ഒരു 3 ബെഡ്റൂം ഉണ്ടെങ്കിൽ തന്നെ അല്ലെങ്കിൽ സെപ്പറേറ്റ് സർക്യൂട്ടുകൾ, അതിലേക്ക് വരുന്ന 3 ബെഡ്റൂമിലേക്ക് വരുന്ന എ സിയുടെ സെപ്പറേറ്റ് സർക്യൂട്ടുകൾ, ഹീറ്ററിന് വരുന്ന സെപ്പറേറ്റ് സർക്യൂട്ടുകൾ, അതുപോലെ തന്നെ നമ്മുടെ ഇൻവെർട്ടറിന് വരുന്ന ചാർജിങ് സെക്ഷനും ഔട്ട് സെക്ഷനും, അങ്ങനെ സെപ്പറേറ്റ് സർക്യൂട്ടുകൾ, അതിൻ്റെ സെപ്പറേറ്റ് സർക്യൂട്ടുകൾ നമ്മൾ കൊണ്ടുവരണം. ഇനി അതുമാത്രമല്ല, ലിവിങ്ങിലേക്ക് സെപ്പറേറ്റ് സർക്യൂട്ട്, കിച്ചണിൽ വർക്ക് ഏരിയയിലേക്ക് സെപ്പറേറ്റ് സർക്യൂട്ട്, പവറിന് സെപ്പറേറ്റ് സർക്യൂട്ട്, ഇൻവെർട്ടർ സെക്ഷന് വേറൊരു സെപ്പറേറ്റ് സർക്യൂട്ട്. നമ്മൾ മെയിനായിട്ട് കൂടുതലും പവർ സെക്ഷനിൽ കൂടുതലും വരുന്നത് നമ്മുടെ കിച്ചണിലാണ് കൂടുതലും വരുന്നത് പവർ സർക്യൂട്ട് വരുന്നത്. പിന്നെ ഒരു കാര്യം നിങ്ങൾ നോക്കി അറിയാൻ പറ്റും, അത്യാവശ്യം നമ്മൾ പൈപ്പുകളെല്ലാം കൊടുത്തിട്ടുണ്ടെങ്കിൽ കൂടി ഒരുപാട് വയറുകളൊന്നും പൈപ്പിലൂടെ വലിച്ചിട്ടില്ല. പൈപ്പ് അത്യാവശ്യം ഫ്രീ ആയിട്ട് തന്നെയാണ് കിടക്കുന്നത്. ഇങ്ങനെ വേണം നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വയർ കാര്യങ്ങൾ ക്ലിയർ ചെയ്യാൻ. വേറെ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഇന്നത്തെ കാലത്ത് ഇൻഡക്ഷൻ കറണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം പണ്ടത്തെ ബൾബുകളൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത്, അത് ഫിലമെൻറ്റ് ബൾബുകൾ ഉപയോഗിക്കുന്ന സമയത്ത് ഇൻഡക്ഷനിൽ വർക്ക് ചെയ്യില്ലായിരുന്നു. പക്ഷേ ഇന്ന് LED ബൾബുകൾ ഉപയോഗിക്കുന്ന സമയത്ത് ഇൻഡക്ഷൻ കറണ്ട് കൊണ്ട് നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്ത് കിടന്നാലും ബൾബ് പ്രകാശിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അതിൻ്റെ മെയിൻ കാരണം നമ്മൾ ഈ കാണുന്ന രീതിയിൽ തന്നെയാണ്. അതായത് നമ്മൾ പൈപ്പുകൾ, അത്യാവശ്യം പൈപ്പ് ഡി ബിയിലേക്ക് പൈപ്പ് ഇട്ട് കൊടുത്ത് ഓവറായിട്ട് നമ്മൾ പൈപ്പിൽ വയർ ടൈറ്റ് ചെയ്ത് വലിക്കരുത്. ഇപ്പോൾ ഈ കാണുന്നത് വളരെ സിമ്പിളായിട്ട് പൈപ്പുകളിലൂടെ തന്നെ എല്ലാ വയറുകളും വളരെ ഫ്രീ ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇൻഡക്ഷൻ കറണ്ട് നമുക്ക് ഒരു 90% നമുക്ക് പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. അതായത് എല്ലാ റൂമുകളിലേക്ക് സെപ്പറേറ്റ് സർക്യൂട്ടുകൾ പോകുന്നു. അതെല്ലാം തന്നെ സെപ്പറേറ്റ് പൈപ്പുകൾ വന്നാൽ തന്നെയാണെങ്കിലും, അതായത് വയറുകൾ ഒരു മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു പൈപ്പിൽ ഒരു ആവറേജ് ഒരു പകുതി മാത്രമേ ആ പൈപ്പിൽ കൊള്ളാവുന്ന പകുതി വയറുകൾ മാത്രമേ നമ്മൾ വലിക്കാറുള്ളൂ. ബാക്കി വയറുകളെല്ലാം തന്നെ സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ LED യുഗമായതുകൊണ്ട് പണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന രീതിയിലുള്ള ടൈറ്റ് വയറിന് നമ്മൾ ഇപ്പോൾ ചെയ്താൽ അപ്പോൾ തന്നെ നമുക്ക് ഇൻഡക്ഷൻ കറണ്ട് കൊണ്ട് ബൾബ് സ്വിച്ച് ഓഫ് ചെയ്ത് നടന്ന് പ്രകാശിക്കുന്നൊരവസ്ഥ പല സ്ഥലങ്ങളിലും കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ വളരെ ഫ്രീ ആയിട്ട് വേണം നമ്മൾ പൈപ്പിലൂടെ വയർ കാര്യങ്ങളൊക്കെ വലിക്കാനായിട്ട്. ഇനി അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്താൽ മതി. അതുമാത്രം ഒരു കാര്യം പറയാൻ മറന്നുപോയി, നമ്മൾ 3 ഫേസ് ഡി ബി എന്തിനു വേണ്ടി എടുക്കുമെന്ന് വെച്ചാൽ 5000 വാട്ടാണ് നമുക്ക് സിംഗിൾ ഫേസ് ഡി ബിയിൽ വരുന്നത്. 5000 വാട്ടിന് മുകളിലേക്ക് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ 3 ഫേസ് ഡി ബി എന്തായാലും എടുത്തിരിക്കണം. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞ ഒരു AC, 2 പവർ പ്ലഗ്, ഒരു വാട്ടർ ഹീറ്റർ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ 5000 വാട്ട്സിന് മുകളിലേക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് മസ്റ്റായിട്ട് നിങ്ങൾ ഒരു 2 AC അല്ലെങ്കിൽ വയ്ക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും 3 ഫേസ് ഡി ബി തന്നെ വെക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അതുമാത്രമല്ല, 3 ഫേസ് ഡി ബി വെച്ചാൽ തന്നെ 3 ഫേസ് കണക്ഷൻ എടുക്കണമെന്ന് നിർബന്ധമില്ല. സിംഗിൾ ഫേസ് കണക്ഷൻ എടുത്താലും മതി. വാട്ട്സ് കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ 3 ഫേസിലേക്ക് നമുക്ക് സിംഗിൾ ഫേസിൽ നിന്ന് കൺവേർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത്രയും നമുക്ക് വെച്ച് കഴിഞ്ഞാൽ പിന്നീടൊരു വെട്ടിപ്പുളി കാര്യങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്. അതുപോലെ ഷെയർ ചെയ്യാനും മടിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.